السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു ചെറിയ കൃതിയാണ് നാം ശനിയാഴ്ചകളിൽ വായിച്ചു വരുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ രചിച്ചിട്ടുള്ളത് അയിമ്മത്തുകളിൽപ്പെട്ട ഇമാമുസുന്ന എന്നറിയപ്പെടുന്ന മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയാണ്. വളരെ പൂർവികരിൽ നിന്ന് തന്നെ അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം വിശദീകരിക്കുന്ന ഒരു റിസാല, ഒരു എഴുത്ത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് വ്യതിയാന കക്ഷികൾ ഉണ്ടാകുന്ന സമയത്ത് ശരിയുടെ വഴി ഏതാണ്, തെറ്റായ മാർഗങ്ങൾ ഏതാണ് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗ്രന്ഥം അത് പൂർവികരിൽ നിന്ന് തന്നെ രചിച്ചത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഈ ദീൻ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നത് എന്നുള്ളത് സനദോടുകൂടി അവരുടെ വിശ്വാസങ്ങൾ വിശദീകരിക്കുകയാണ് ഇത്തരത്തിലുള്ള സുന്നത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ആദ്യത്തെ 3 ക്ലാസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അഥവാ അവിടുന്ന് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത് ഉസൂൽ സുന്നത്തി ഇൻദന, നമ്മുടെ അടുക്കൽ സുന്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എങ്ങനെയാണോ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് അസ്ലുൽ ഉസൂലാണ്, അടിസ്ഥാനങ്ങളിൽ അടിസ്ഥാനമാണ്. ഈ ഒരു കാര്യം ഒരാൾ പറയുകയും ഇതിനപ്പുറത്തേക്ക് ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല, ഇതിലായിരിക്കും എൻ്റെ പൂർണ്ണമായ ദീൻ എന്നൊരാൾ ഉറപ്പിക്കുകയും ചെയ്താൽ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ ശേഷം പറയുന്ന കാര്യങ്ങളെല്ലാം അവന് വളരെ എളുപ്പമായിരിക്കും. സ്വഹാബികൾ എങ്ങനെയാണോ ഈ ആയത്തിനെ മനസ്സിലാക്കിയത് അതേപോലെ ഞാൻ മനസ്സിലാക്കും. സ്വഹാബികൾ എങ്ങനെയാണോ ഈ ഹദീസിനെ മനസ്സിലാക്കിയത് അതേപോലെ ഞാൻ മനസ്സിലാക്കും. നിങ്ങൾ ഈ പറയുന്ന ഒരു വാദം അത് സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം അത് സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഞാൻ ചെയ്തിരിക്കും എന്ന നിലപാടിലേക്ക് ഒരാൾ എത്തിയാൽ അവൻ വഴിതെറ്റിപ്പോകുകയില്ല എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എനിക്ക് ശേഷം ജീവിക്കുന്ന നിങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, എൻ്റെ സച്ചരിതരായ സന്മാർഗികളായ ഖുലഫാക്കളെ, പിൻഗാമികളെ മുറുകെ പിടിക്കണം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമ്മൾ ആ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നത് അഹ്ലുസുന്നത്തിൻ്റെ ഇടയിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള ഒരു ഭിന്നിപ്പിനെ കുറിച്ചാണ്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസ വ്യതിയാനത്തെക്കുറിച്ചാണ്. ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് ആദ്യമായി അഹ്ലുസുന്നത്തിൻ്റെ ഇടയിൽ വലിയൊരു വ്യതിയാനം ഉണ്ടാകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നു, ومن السنة اللازمة التي من ترك منها خصلة لم يقبلها ويؤمن بها لم يكن من أهلها الإيمان بالقدر خيره وشره والتصديق بالأحاديث فيه والإيمان بها لا يقال لما ولا كيف إنما هو التصديق والإيمان بها. അദ്ദേഹം പറഞ്ഞത് സുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ആരെങ്കിലും അത് ഉപേക്ഷിക്കുകയോ അതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നാൽ, അതിൽ വിശ്വസിക്കുകയോ ചെയ്യാതിരുന്നാൽ ലം യകുൻ മിൻ അഹ്ലിഹ, അവൻ പിന്നീട് സുന്നത്തിൻ്റെ ആളാണ് എന്ന് പറയാൻ പറ്റുകയില്ല, അവൻ അഹ്ലുസുന്നയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ പറയാൻ പോകുന്നതിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യം ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് സ്വീകരിക്കാതിരുന്നാൽ, അതിൽ വിശ്വസിക്കാതിരുന്നാൽ അവൻ പിന്നീട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, ആമുഖമായി മനസ്സിലാക്കേണ്ടത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ ദീനുൽ ഇസ്ലാമിൽ ഉണ്ടാകും. ചിലപ്പോൾ അത് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളായിരിക്കും, ചിലപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ഒരേ സ്ഥാനമല്ല. രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നത് ഒരു കർമ്മശാസ്ത്രപരമായ വിഷയമാണെങ്കിൽ അതിൻ്റേതായ ഒരു രീതിയുണ്ട്, അതിൻ്റേതായ ഒരു വൃത്തമുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ തർക്കം, നിസ്കാരത്തിൽ ഞാൻ കൈ നെഞ്ചിലാണോ കെട്ടേണ്ടത്, അതല്ല അല്പം താഴെയാണോ, പൊക്കിളിന് മുകളിലായിട്ട് അവിടെ കെട്ടിയാൽ മതിയോ, അതല്ല പൊക്കിളിന് താഴെയാണോ കെട്ടേണ്ടത്. സഹോദരങ്ങളെ, ഇത് വിശ്വാസത്തിൽ നിന്നും ഒരാൾ ദീനുൽ ഇസ്ലാമിൻ്റെ
വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമല്ല. അതെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി ഒരാൾ ബിദ്അത്തുകാരനാകുന്ന ഒരു കാര്യമല്ല ഈ ഒരു വിഷയം എന്നുള്ളത്. എന്നാൽ അതല്ലാത്തതായ വിഷയങ്ങളുണ്ട്. ഒരാൾ പറയുകയാണ് സ്വഹാബികളെ നമ്മൾ ദീനിൽ അവലംബിക്കേണ്ടതില്ല, സ്വഹാബികൾ ദീൻ പൊളിക്കാൻ വന്ന ആളുകളാണ്, സ്വഹാബികളെ നമുക്ക് വിശ്വസിച്ചുകൂടാ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവനല്ല, അവൻ സുന്നത്ത് ജമാഅത്തിൽ പെട്ടവനല്ല, അവൻ ബിദ്അത്തുകാരനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പിന്നീട് അവൻ്റെ വിശ്വാസത്തിൻ്റെ കടുപ്പം അനുസരിച്ച് അവൻ ദീനുൽ ഇസ്ലാമിൽ തന്നെ നിലനിൽക്കുമോ അതല്ല ദീനിൻ്റെ പുറത്തേക്കാകുമോ എന്ന വിഷയം മാത്രമാണ് അവനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ വിഷയവും ഒരേപോലെയല്ല. വേറൊരാൾ അവൻ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, നിസ്കാരത്തിൽ നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ കൈയാണോ ആദ്യം വെക്കേണ്ടത് അതല്ല കാൽമുട്ടുകളാണോ വെക്കേണ്ടത്, ഇത് കർമ്മശാസ്ത്രപരമായൊരു അഭിപ്രായ വ്യത്യാസമാണ്. ഇത് ശരിയെന്ന് തോന്നുന്ന ഏതൊരു അഭിപ്രായമാണോ ഒരാൾ സ്വീകരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ സുന്നത്തുനിന്ന് പുറത്തു പോവുകയില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ഇസ്ലാമിന് എന്തെങ്കിലുമൊക്കെ ബാധിക്കുകയില്ല. കാരണം അതൊരു ശാഖാപരമായ വിഷയമാണ്. എന്നാൽ ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടാമോ, ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നയിക്കാമോ, ഇതൊരു ശാഖാപരമായ വിഷയമല്ല, മറിച്ച് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിഷയമാണ്. ഒരുപാട് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള വിഷയമാണ്. മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും വേണ്ടതുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇജ്മാ ഉള്ള വിഷയമാണ്. ശേഷം ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം സഹോദരങ്ങൾ ഒരേപോലെയുള്ള കാര്യമല്ല, ശാഖാപരമായ വിഷയമല്ല. ഒരാൾ അവൻ്റെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിനാണോ അർപ്പിക്കേണ്ടത്, അതല്ല അള്ളാഹുവിലേക്കുള്ള ഇബാദത്തുകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മധ്യവൃത്തികളായി സ്വാലിഹീങ്ങളെയും അമ്പിയാക്കളെയും സ്വീകരിക്കാമോ, ഈ സഹോദരങ്ങളെ ശാഖാപരമായ ഒരു വിഷയമല്ല, കർമ്മശാസ്ത്രപരമായ ഒരു വിഷയമല്ല, മറിച്ച് ഒരാളുടെ ഇസ്ലാമും കുഫറും തമ്മിൽ വേർതിരിയുന്ന വിഷയമാണ്, തൗഹീദും ഷിർക്കും തമ്മിൽ വേർതിരിയുന്ന വിഷയമാണ്, ഒരാളുടെ സ്വർഗവും നരകവും വേർതിരിയുന്ന വിഷയമാണത്. ചില ആളുകൾ അതിനെ കൂട്ടിക്കലർത്തിക്കളയും, അങ്ങനെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ തൗഹീദിന് വേണ്ടി സംസാരിക്കുമ്പോൾ, ഇവിടെയുള്ള ഖബറാരാധനയ്ക്ക് വേണ്ടി, അതിന് ഖബറാരാധനയ്ക്കെതിരെ ശക്തമായ ആയത്തുകളും ഹദീസുകളും ഓതി സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾ പറയും ശാഖാപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പരസ്പരം തല്ലുകൂടുകയാണ്, ഇവിടെ കാളപ്പോര് നടത്തുകയാണ് എന്ന രൂപത്തിലൊക്കെ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അവർ നടത്തുന്നത് ശ്മശാന വിപ്ലവമാണ്. അവർക്ക് ഇനിയും കാര്യങ്ങൾ കാലചക്രത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല, കാലത്തിൻ്റെ ചുവരുകൾ വായിക്കാൻ സാധിക്കാത്തവരാണ്. മുസ്ലിം ഉമ്മത്തിനെ എല്ലാ നിലക്കുമുള്ള ഫാഷിസ്റ്റ് ശക്തികളും ജൂതന്മാരും സയനിസ്റ്റുകളും ഒക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ഇപ്പോഴും ഇവരുടെ ചർച്ച ഖബർ കെട്ടിയുയർത്താൻ പാടുണ്ടോ, അതല്ലെങ്കിൽ ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ ചർച്ച എന്ന് പറഞ്ഞിട്ട് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നിട്ട് ഇതിന് ന്യായമായിക്കൊണ്ട് അവരെന്ത് ചെയ്യും, ദീനുൽ ഇസ്ലാമിൽ ഏതെങ്കിലും കർമ്മശാസ്ത്ര വിഷയത്തിൽ ഉണ്ടാകുന്ന വിശാലമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, വിശാലതയുള്ള വിഷയങ്ങൾക്കുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അവർ യാത്ര പോയപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു ബനൂ ഖുറൈദയിൽ എത്തിയിട്ടാണ് അസ്ർ നിസ്കരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അസ്ർ നിസ്കരിക്കേണ്ടതില്ല, നമ്മൾ ബനൂ ഖുറൈദയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊരു വിഭാഗം സ്വഹാബികൾ മനസ്സിലാക്കി. വേറെ ചിലർ പറഞ്ഞു അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നിസ്കാരം അതിൻ്റെ സമയത്തായ നിസ്കരിക്കണം, ബനൂ ഖുറൈദയിൽ നിന്നാണ് അസ്ർ നിസ്കരിക്കേണ്ടത് എന്ന് അവിടുത്തെ ഉദ്ദേശം നമ്മൾ അസ്റിൻ്റെ സമയത്ത് ബനൂ ഖുറൈദയിൽ എത്തണം, നമ്മുടെ യാത്ര വേഗത കൂട്ടണം എന്നതാണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. അതല്ലാതെ അസ്റിൻ്റെ വക്ത് കഴിഞ്ഞാലും അങ്ങനെ യാത്ര തുടർന്ന് ബനൂ ഖുറൈദയിൽ വരെ എത്തുക എന്നുള്ളതല്ല. അസ്റിൻ്റെ സമയം നമുക്കിപ്പോൾ എവിടെയാണോ കിട്ടിയത് അവിടെ നിസ്കരിക്കുക, എന്നിട്ട് ബാക്കി യാത്ര തുടരാം. സ്വഹാബികൾക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിഷയം എത്തിയപ്പോൾ അവിടുന്ന് രണ്ട് അഭിപ്രായത്തെയും തള്ളിക്കളഞ്ഞിട്ടില്ല. സഹോദരങ്ങൾ, ഇത് കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസമാണ്, വിശാലത ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസമാണ്. എന്നാൽ അതേപോലെയല്ല ഇനി പറയാൻ പോകുന്ന ഓരോ വിഷയങ്ങളിലെയും അഭിപ്രായ വ്യത്യാസങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വമിന സുന്നത്തിൽ ലാസിമ, സുന്നത്തിൽ അനിവാര്യമായ കാര്യമാണ്, അല്ലദി തറക മിൻഹ ഖസ്ല ലം യഖ്ബൽഹ വയുമിൻ ബിഹ ലം യകുൻ മിൻ അഹ്ലിഹ, അവൻ പിന്നീട് സുന്നത്തിന്റെ അഹ്ലുകാരനാവുകയില്ല, അഹ്ലു സുന്ന എന്ന് അവനെ പറയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒന്നാമതായി വന്നത് ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തുകയും അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ അതിനെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വ ശർരിഹി എന്ന കാര്യമാണ് അദ്ദേഹം അതിനുശേഷം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി, അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഖലാ ഖദറിലുള്ള വിശ്വാസം. നന്മകളും തിന്മകളും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള വിശ്വാസം.
വത്തസ്ദീഖു ബിൽ അഹാദീസി ഫീഹ്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ അവൻ വിശ്വസിക്കണം. വൽ ഈമാനു ബിഹാ, അതൊക്കെ അവൻ ഉറച്ചു വിശ്വസിക്കണം. ലാ യുഖാലു ലിമ വലാ കൈഫ്, അവനൊരിക്കലും പറയാൻ പാടില്ല ഇതെന്താ ഇങ്ങനെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത് എന്ന് അവൻ അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിനെ തള്ളിക്കളയാൻ പാടില്ല. ഇന്നമാ ഹുവ തസ്ദീഖ് വൽ ഈമാനു ബിഹാ, അവൻ്റെ മേൽ അനിവാര്യമായിട്ടുള്ളത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിനെ സത്യപ്പെടുത്തുക, അത് വിശ്വസിക്കുക എന്നതാണ്. ഇത് സത്യമാണ്, റസൂലുള്ള പറഞ്ഞ സത്യമാണ്, ഇത് അവൻ സത്യപ്പെടുത്തണം, അത് അനിവാര്യമായ കാര്യമാണ്, അതിൽ അവൻ ഉറച്ചു വിശ്വസിക്കുകയും വേണം എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അൽ ഈമാൻ ബിൽ ഖദർ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ഹദീസു ജിബ്രീൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യരൂപത്തിലേക്ക് കടന്നു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുകയും വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾ ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം പറയുകയും ചെയ്ത സന്ദർഭം, അതിനാണ് ഹദീസു ജിബ്രീൽ എന്ന് പറയുന്നത്. ഈ ഹദീസിൽ വളരെ പ്രസിദ്ധമായ സുദീർഘമായ ഹദീസാണ്, നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തി പഠിക്കേണ്ട ദീനുൽ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 ഈമാൻ കാര്യങ്ങളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇഹ്സാനിനെ കുറിച്ചുമൊക്കെ അറിയിക്കുന്ന ഹദീസാണ്. അതിൻ്റെ അവസാനത്തിൽ ഖിയാമത്ത് നാളിനെ കുറിച്ചും അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അൽ അർബഊന നവവിയിൽ വിശദീകരിച്ചിട്ടുള്ള ഹദീസാണ്. പക്ഷേ സഹോദരങ്ങളെ, ഈ ഹദീസ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സനദുകളിൽ എന്തെങ്കിലുമൊക്കെ ഫായിദകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം അവസാനം ഹദീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇമാം ബുഖാരിക്ക് ഇല്ലാത്തതായ ഒരു ശ്രേഷ്ഠത ഇമാം മുസ്ലിമിനുള്ള ഒരു ശ്രേഷ്ഠതയിൽപ്പെട്ടതാണത്. അദ്ദേഹം അതിൻ്റെ സനദിൽ എന്തെങ്കിലുമൊക്കെ ഫായിദ, അതായത് ഹദീസിൻ്റെ ഉദ്ധരിക്കാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം കൊടുത്തത് കാണാൻ സാധിക്കും. അദ്ദേഹം കൊടുത്ത ആ റിവായത്ത് വായിക്കാം. അത് നമ്മുടെ ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം കൊടുത്തത് കാണാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അൻ യഹ്യ ബിൻ യഅ്മർ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഹദീസിന്റെ ഒരു ഭാഗവാക്കായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കാന അവ്വല മൻ ഖാല ഫിൽ ഖദ്രി ബിൽ ബസ്റ മഅബദുൻ അൽ ജുഹ്നി, ബസ്റയിൽ ആദ്യമായി ഖദറിന്റെ വിഷയത്തിൽ സ്വഹാബികളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു അഭിപ്രായവുമായി മുന്നോട്ടേക്ക് വന്നത് മഅബദുൻ അൽ ജുഹനി എന്ന് പറയുന്ന ഒരു ലാലാണ്, വഴിവഴച്ച ഒരാളാണ്. അയാളാണ് ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസവുമായി ആളുകൾക്കിടയിൽ ഇഷ്കാലുമായി വന്നത്. അദ്ദേഹം പറഞ്ഞു, ഫൻതലഖ്തു അന വഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിമിയരി ഹജ്ജൈൻ ഔ മുഅ്തമിരൈൻ, ഞങ്ങൾ ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനും എൻ്റെ കൂടെ ഹുമൈദ് ബിനു അബ്ദുറഹ്മാൻ അൽ ഹിമ്യരി എന്ന് പറയുന്ന മറ്റൊരു താബിഈയുമുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി എവിടേക്ക് പുറപ്പെട്ടു? അവർ ബസ്രയിൽ നിന്നും അവർ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അത് ഉംറക്കാണ് പോയത് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് മക്കയിലേക്കാണ് പുറപ്പെട്ടത് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫഖുൽനാ ലൗ ലഖീന അഹദ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽനാഹു അമ്മാ യഖൂലു ഹൗലായി ഫിൽ ഖദർ. അവിടെ നാട്ടിൽ പ്രശ്നം നടക്കുകയാണ്, അഭിപ്രായ വ്യത്യാസമാണ്, രണ്ട് വിഭാഗം തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഒരു വിഭാഗം വന്നിട്ട് പറഞ്ഞത് ഖദർ എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല, ഖദർ എന്ന് പറയുന്ന സംഭവം അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പറയുന്നത് കാര്യങ്ങൾ അപ്പം നടക്കുന്നുണ്ട്, നമ്മളിതിപ്പോൾ ഇന്ന് തീരുമാനിച്ചത് കൊണ്ട് നമ്മളപ്പം നടന്നു, ഇതൊന്ന് നേരത്തെ തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല. ഈ ദർശനം ഇപ്പോൾ കുറച്ച് ആളുകൾ ഇപ്പോൾ ചിന്തിച്ചത് കൊണ്ട് അവരോട് എത്തി, അതല്ലാതെ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ എഴുതിയത് കൊണ്ടാണ് കുറേ ആളുകൾ ഇവിടേക്ക് എത്തിയത് എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. ഈ രൂപത്തിലെ വർത്തമാനങ്ങളുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിലായി. അവിടെ തന്നെ താബിഈങ്ങളായ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വഹാബികളുടെ താബിഈങ്ങളുടെ മുൻഗാമികൾക്കൊരു മൻഹജുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു മൻഹജ്, ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയം വരുന്ന സമയത്ത് അറിവുള്ള പണ്ഡിതന്മാരിലേക്ക് നിങ്ങൾ മടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അവർ സ്വഹാബികളിൽപ്പെട്ട ആരുടെയെങ്കിലും അടുക്കലൊക്കെ നമുക്ക് കാണാം. സ്വഹാബികളാണ് അന്ന് ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാർ, അതുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പോകാം, അങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കാമല്ലോ എന്ന ഉദ്ദേശത്തിൽ അവർ ദീർഘമായ യാത്ര ബസ്രയിൽ നിന്നും അവർ എവിടേക്ക് പോകുകയാണ്? മക്കയിലേക്ക് പോകുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഫൗഫിഖ ലനാ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് ദാഖിലൻ അൽ മസ്ജിദ്, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
അബ്ദുല്ലാഹിബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ഉമറിനെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അദ്ദേഹം മസ്ജിദിലേക്ക് പ്രവേശിക്കുകയാണ്. ഫക്തനഫ്തുഹു അന വസാഹിബിഹി അഹദുന അൻ യമീനിഹി വൽ ആഖറു അൻ ശിമാലി. ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ രണ്ട് ചുമലിന് രണ്ട് ഭാഗത്തായി നിന്നു. ഞാൻ വലത്തും ഒരാളടുത്തും. രണ്ടുപേരും ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ അടുക്കലേക്ക് എത്തി എന്ന് പറഞ്ഞു. ഫളനൻതു അന്ന സാഹിബി സയകിലുൽ കലാമ ഇലൈ. ഇതിനൊക്കെ ഒരുപാട് മര്യാദകളൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു ഹദീസാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് യഹ്യ ഇബ്നു യഅമർ പറയുന്നുണ്ട്, കൂടെ ഉണ്ടായിരുന്ന ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്നെയാണ് സംസാരിക്കാൻ ഏൽപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടാളുകൾ പോയി സംസാരിക്കുന്ന സമയത്ത് വേഗം തിരക്ക് കൂട്ടി നമ്മൾ സംസാരിക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ എൻ്റെ കൂടെ വന്നാക്ക് ചിലപ്പോൾ ആദ്യം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഫഖുൽതു, ഞാൻ പിന്നെ സംസാരിച്ചു, യാ അബ അബ്ദുറഹ്മാൻ, അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുനിയത്താണ്. ഇന്നഹു ഖദ് ലഹറ ഖിബലന നാസും യഖറഊനൽ ഖുർആൻ. ഞങ്ങളുടെ അടുക്കൽ ചില ആളുകളുണ്ട്, അവർ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്ന ആളുകളാണ്, അഥവാ ദീൻ പഠിക്കുന്ന ആളുകളാണ്. വയതഖഫറൂനൽ ഇൽം, ഇൽം അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരാണ്. നോക്കൂ, ഒരു വിഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അടുക്കലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുകയാണ്. അവർ ഈ പറയുന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർ ഖുർആൻ പഠിക്കുന്നവരും ദീനിനു വേണ്ടി സഞ്ചരിക്കുന്നവരൊക്കെ തന്നെയാണ്. വദക്കറ മിൻ ശഅനിഹിം, അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരോട് സൂചിപ്പിച്ചു. പക്ഷേ വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദർ, അവർ പറയുന്നു ഖദർ എന്ന് പറയുന്ന കാര്യമേ ഇല്ല. വഅന്നൽ അംറ ഉൻഫുൻ, കാര്യങ്ങളൊക്കെ അപ്പപ്പുണ്ടാകുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത്രയും നേരം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഗൗരവപരമായ ഈ വിഷയം പറയുമ്പോഴേക്കും അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും വഅന്നഹും ബുറആഉ മിന്നി. എങ്കിൽ നിങ്ങൾ അവരെ കണ്ടുമുട്ടുമ്പോൾ അറിയിച്ചേക്കൂ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്, അഥവാ എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഞാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹദ്ദസനി അബി, എൻ്റെ ഉപ്പ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏത് ഹദീസ് പറയുന്നത്, ഹദീസു ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസ് പറയുന്നത്, ബൈനനാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് തലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബ് വശദീദു സവാദി ശഅർ ലാ യുറാ അലൈഹി അസ്റു സഫർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു മനുഷ്യൻ വന്നു, അയാളുടെ വസ്ത്രം വെളുവെളുത്തതാണ്, താടിയും മുടിയും ഒക്കെ കറുകറുത്തതാണ് എന്ന് പറഞ്ഞ ഹദീസു ജിബ്രീൽ പറഞ്ഞിട്ട് ആ ഹദീസു ജിബ്രീലിൽ എവിടെയാണ് വിഷയം പറയുന്നത്? ആദ്യം ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, 5 ഇസ്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നീട് ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, എന്താണ് ഈമാൻ കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വൽയൗമിൽ ആഖിർ വഅൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വഅൻ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വശർരി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം പറയാണ്. നോക്കൂ, സഹാബി ആ ഖദറുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സുദീർഘമായ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്, അമ്പിയാക്കളിൽ വിശ്വസിക്കലാണ്, അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ്. എല്ലാത്തിനും ഒരൊറ്റ ക്രിയ കൊണ്ടാണ് പറഞ്ഞത്, അൻ തുഅ്മിന. പിന്നെ ബാക്കിയൊക്കെ വമലായികതിഹി വകുതുബിഹി വറുസുലി അങ്ങനെയാണ്. പക്ഷെ ഖദറിന്റെ വിഷയം വന്നപ്പോൾ അവിടുന്ന് ഒന്നുകൂടി ആവർത്തിച്ചു, അൻ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വശർരി, നീ ഖദറിൽ വിശ്വസിക്കലാണ്, അതിന്റെ ഖൈറിലും ഷർറിലും. പണ്ഡിതന്മാർ പറഞ്ഞു 2 കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് അങ്ങനെ പറയാനുള്ള കാര്യം, അതിലൊരു ഊന്നൽ നമ്മൾ നൽകേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പല ആളുകൾക്കും ഒരു ഇഷ്കാൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഖദറുമായി ബന്ധപ്പെട്ട വിഷയം, അത് വിശ്വസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിലൊന്ന് ഊന്നൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, ആദ്യം ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം ഖദറിലായിരിക്കും എന്നുള്ളതിനൊരു സൂചനയായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിഅർബഇൻ, 4 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് വരെ ഒരാൾ മുഅ്മിനാവുകയില്ല. യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്നി റസൂലുള്ളാഹി ബഅസനി ബിൽ ഹഖ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും സത്യം കൊണ്ട് നിയോഗിക്കപ്പെട്ടവനായ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഒരാൾ വിശ്വസിക്കേണ്ടതുണ്ട്. വയുഅ്മിനു ബിൽ മൗത്ത്, മരണത്തിൽ അവൻ വിശ്വസിക്കേണ്ടത്, മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കാര്യങ്ങളിൽ അവൻ വിശ്വസിക്കേണ്ടതുണ്ട്. വബിൽ ബഅസി ബഅദൽ മൗത്ത്, മരണാനന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നത് വിശ്വസിക്കണം. വയുഅ്മിന ബിൽ ഖദർ, ഖദറിൽ അവൻ വിശ്വസിക്കണം. ഖദറിൽ വിശ്വസിക്കാത്തവൻ അവൻ മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി. ഒരടിമ അവൻ വിശ്വാസിയാവുകയില്ല, അവൻ ഖദറിൻ അഥവാ കാര്യങ്ങളെല്ലാം നന്മയും തിന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കുന്നത് വരെ. ഹത്താ യഅലമ അന്നമാ അസാബഹു ലം യകുൻ ലിയുഖ്തിയഹു. അവൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവനെ തൊട്ട് തെറ്റിപ്പോകാനുള്ളതല്ല എന്ന് അവൻ വിശ്വസിക്കേണ്ടതുണ്ട്. വ അന്നമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു. എന്തെങ്കിലും ഒരു കാര്യം അവനിലേക്ക് സംഭവിച്ചിട്ടില്ല, അത് അവനിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അവന് ലഭിക്കേണ്ടതല്ല എന്ന് അവൻ വിശ്വസിക്കുന്നത് വരെ അവൻ മുഅ്മിനാവുകയില്ല. അത് ഖദറിന്റെ അടിസ്ഥാനമാണത്. നമുക്ക് എന്ത് സംഭവം ബാധിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ്. നമുക്ക് എന്ത് കാര്യം ലഭിച്ചിട്ടില്ലേ, നമ്മൾ പരിശ്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്, പക്ഷെ ലഭിക്കുന്നില്ല, കിട്ടിയിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഖുൽ പറയുക, ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന. ലൻ യുസീബന നമുക്ക് ലഭിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എഴുതിയതല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അല്ലാഹു നിശ്ചയിച്ചതല്ലാത്ത ഒരു കാര്യവും സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുകയില്ല. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതല്ലാത്ത ഒരു കാര്യം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം ഖദറുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ദീനുൽ ഇസ്ലാം അല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും ആദ്യമായി അഭിപ്രായ വ്യത്യാസത്തിലാവുകയും തെറ്റിപ്പോവുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ മഅബദുൽ ജുഹ്നി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ഇൽമു സാബിഖിനെ തന്നെ, അല്ലാഹു തആലക്ക് നേരത്തെ കാര്യങ്ങൾ അറിയാം എന്ന കാര്യത്തെ തന്നെ നിഷേധിക്കുന്നയാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കാര്യങ്ങളെല്ലാം അപ്പോൾ അടിമകൾ ചെയ്യുമ്പോഴേ അറിയൂ എന്നാണ് ഇവന്റെ വിശ്വാസം, ഈ ആളുടെ വിശ്വാസം. അത് ഈ പറയുന്ന ഖദരിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ, അഥവാ ഖദറിനെ നിഷേധിക്കുന്നവരാണ് ഖദരിയാക്കൾ എന്ന് പറയുന്നത്. ആ വിഭാഗത്തിൽ തന്നെ ഗുലാത്തുൽ ഖദരിയ, അതിൽ അതിതീവ്ര വിഭാഗം എന്നറിയപ്പെടുന്നവരാണ്. അവർ കുഫാറുകളാണ്, കാഫിരീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറാണ്, ദീനുൽ ഇസ്ലാമിന് പുറത്തു പോകും. അല്ലാഹു തആലക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എല്ലാം അല്ലാഹുവിന് അറിയില്ല, കാര്യങ്ങൾ സംഭവിച്ചാലേ അറിയുകയുള്ളൂ എന്നൊരാൾ വിശ്വസിക്കുന്നത് ദീനുൽ ഇസ്ലാമിന് പുറത്തു പോകും. അങ്ങനെയുള്ള ആളുകളിൽപ്പെട്ട ആളാണ് ഈ മഅബദുൽ ജുഹ്നി എന്ന് പറയുന്ന ആളുകൾ. അത്തരക്കാരായ ഖദരിയാക്കൾ പിന്നീട് പിൽക്കാലത്തുണ്ടായിട്ടില്ല. പിന്നീട് അവർ അള്ളാഹുവിന്റെ ഇൽമിനെ നിഷേധിക്കാറില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ സൃഷ്ടിക്കുന്നതാണ് എന്നതിനെ അവർ നിഷേധിക്കാറുണ്ടായിരുന്നു. അഥവാ അടിമകൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ അവർ എപ്പോൾ ചെയ്യുകയാണ്, അള്ളാഹുവിനത് അറിയാം, പക്ഷേ സൃഷ്ടിപ്പൊക്കെ നമ്മൾ നടത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോഴല്ല നടത്തുന്നത് എന്നതിനൊക്കെ നിഷേധിക്കുമായിരുന്നു. എല്ലാം ളലാലത്താണ്, യാതൊരു സംശയവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, തീർച്ചയായും എല്ലാ കാര്യങ്ങളും ഖലഖ്നാഹു, നാമാണ് അതിനെ സൃഷ്ടിച്ചത്, ബിഖദർ, ഖദറിന്റെ അടിസ്ഥാനത്തിൽ നാമാണ് സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും, ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വശരീരത്തിലാകട്ടെ ഒരു ആപത്തും ഒരു വിപത്തും ബാധിക്കുന്നില്ല, ഇല്ലാ ഫി കിതാബിൻ ഖബ്ല അൻ നബ്റഅഹ, അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, ഇങ്ങനെ ലോകാവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി അറിയുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. കാരണം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അറിയാത്തതായ പുതുതായിട്ടൊരു അറിവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട്. പുതിയ ഒരു കാര്യം സംഭവിക്കുക, അങ്ങനെ പുതിയൊരു അറിവ് അള്ളാഹുവിന് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. അള്ളാഹുവിന് അറിയാത്തതായ ഒരു കാര്യവുമില്ല, അള്ളാഹുവിന് അറിയേണ്ടതായ ഒരു കാര്യവും ഇനിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഗോപ്യമാകുന്ന ഒരു കാര്യവുമില്ല. രഹസ്യവും പരസ്യവും അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയാണ്, അവന് രഹസ്യങ്ങളില്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഖദറുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. താബിഈയായ താവൂസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അദ്റക്തു നാസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കുല്ലു ഷൈഇൻ ബിഖദർ, ഞാൻ സഹാബികളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും പറയുമായിരുന്നു കുല്ലു ഷൈഇൻ ബിഖദർ, എല്ലാം അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചിട്ടാണ് നടക്കാറുള്ളത്.
ഖാല വസമിഅതു അബ്ദുല്ലാഹി ഇബ്നു ഉമർ യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് പ്രത്യേകമായി കേട്ടത് അദ്ദേഹം ഓർത്തുകൊണ്ട് അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഷൈഇൻ ബിഖദർ, എല്ലാം ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ഹത്തൽ അജ്സു വൽ കയ്യിസ്, അജ്സ് ആകട്ടെ, അശക്തിയാകട്ടെ, ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാകുമല്ലോ, ഒരു കാര്യം ചെയ്യാൻ പറ്റാതിരിക്കുക, ഒരു അശക്തി ഉണ്ടാകും, അതാകട്ടെ, വൽ കയ്യിസ്, ചെയ്യാനുള്ള ആവേശവും താല്പര്യവുമാകട്ടെ, ഇതെല്ലാം ഔൽ കയ്യിസ് വൽ അജ്സ്, അല്ല തിരിച്ചാണോ പറഞ്ഞത്, അദ്ദേഹത്തിന് സംശയമുണ്ട്, അദ്ദേഹം അതും പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അഥവാ രണ്ടായാലും, അശക്തിയാണെങ്കിലും ശരി, അത് ചെയ്യാനുള്ള നഷാത്ത്, അതിന്റെ താല്പര്യമാണെങ്കിലും ശരി, എല്ലാം ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ മടി പിടിച്ചൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഖദറിൽ അങ്ങനെ ഉണ്ട്, നമ്മൾ ആ മടി പിടിച്ചാൽ അവിടെ ഇരിക്കും. നമ്മളൊരു കാര്യം ആവേശത്തോടു കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് അവിടെ ഉണ്ട് എന്നാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്ന വമഖഅദുഹു മിനൻ നാർ, നിങ്ങളിൽ ഒരാളുമില്ല ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന്റെ ഇരിപ്പിടം ഇന്ന സ്ഥലത്താണ് എന്ന് രേഖപ്പെടുത്താതെ, വമഖഅദുഹു മിനൻ നാർ, നരകത്തിലാണെങ്കിൽ അവന്റെ നരകത്തിൽ ഇരിപ്പിടം ഇന്ന സ്ഥലത്താണ് എന്ന് രേഖപ്പെടുത്താത്തതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ നത്തക്കിൽ, അല്ലാഹുവിന്റെ റസൂലെ, എങ്കിൽ ഞങ്ങൾ ഇതിൽ വരമേൽപ്പിച്ചിരുന്നാൽ മതിയോ, അമലൊന്നും ചെയ്യേണ്ടതില്ലേ? അല്ല, പൊതുവെ ഖദറിൽ ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു സംശയമാണ്. സഹാബികൾ അത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഗൈബിയായ വിഷയങ്ങൾ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും നമുക്കത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ തന്നെ നമ്മളത് സമിഅന, കേട്ടിരിക്കുന്നു, വഅതഅന, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതായ ഗൈബിയായ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അത് ആവശ്യമുള്ള സംശയമാണെങ്കിൽ അത് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ടാകും. നമ്മൾ പുതിയതായൊരു ചോദ്യം ചോദിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെയാണ് നിശ്ചയിച്ചത്. സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ടാകും. ഗൈബിയായ കാര്യങ്ങളിൽ സ്വഹാബികൾ ചോദിക്കാത്തൊരു ചോദ്യം നമുക്കിനി ആവശ്യമില്ല. കാരണം അത് ദീൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തെല്ലാം ഖിയാമത്ത് നാളിൽ ഉമ്മത്തിന് വേണമോ, എന്തെല്ലാം സംശയങ്ങൾ അവർക്കുണ്ടാകുമോ, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് അടിസ്ഥാനപരമായി അറിയേണ്ടതുണ്ടോ, അതെല്ലാം സ്വഹാബികൾ ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉത്തരം കൊടുക്കുകയും ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ ഗൈബിയായ ചോദ്യങ്ങളിൽ ഇനിയുള്ള ചോദ്യങ്ങൾ അത് ബിദ്അത്താണ്. ആ ചോദ്യങ്ങൾ പോലും ബിദ്അത്താണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്ലിസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അർ-റഹ്മാൻ, പരമകാരുണികൻ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവൻ അവന്റെ അർശിൽ അവൻ അതിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, ആരോഹിതനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, കൈഫൽ ഇസ്തിവാ, എങ്ങനെയാണ് ഇസ്തിവാന്റെ രൂപം, കൈഫ് എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ്? മാലിക് റഹിമഹുല്ലാ ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ഒരാളും ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഇസ്തിവാ, അള്ളാഹു എങ്ങനെയാണ് അവന്റെ കുർസിയിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ എങ്ങനെയാണ് അവൻ ആരോഹിതനാവുക, അതിനെക്കുറിച്ചിട്ട് ഒരാളും ഇതുവരെ ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ടൊരു ചോദ്യം കേൾക്കുകയാണ്. അദ്ദേഹം ഉടനെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയുണ്ടായി. ഇസ്തിവ എന്ന് പറയുന്ന കാര്യം അത് അറിയപ്പെടാത്തൊരു കാര്യമല്ല, ഒന്നൊന്നിന് മുകളിലാവുക എന്നുള്ളതാണ് ഇസ്തിവ എന്ന് പറഞ്ഞാൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു കസേരയിൽ ഇരിക്കുന്നത് പോലെയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ദാത്ത് തന്നെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയില്ല, അതിന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയുകയില്ല, കെയ്ഫ് എങ്ങനെയാണെന്ന് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നത് അതുപോലെ അവനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ ഇസ്തിവാ ചെയ്യുന്നു പറഞ്ഞാൽ അള്ളാഹുവിന് യോജിക്കുന്ന, അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതുണ്ട്. അതിനെ നമ്മൾ നിഷേധിക്കുകയില്ല. അതിനെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അലൽ അർശി ഇസ്തവ എന്നുള്ളത് ഇസ്തൗല, അള്ളാഹുവിന് അധികാരം ലഭിച്ചു എന്ന് പറയുന്ന ഒരു അബദ്ധത്തിലേക്ക് നമ്മൾ പോകുകയില്ല. കാരണം ആ വർത്തമാനം തന്നെ തെറ്റാണ്. അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളാഹുവിന് അധികാരമില്ലേ? നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അധികാരമില്ല. അബദ്ധമാണ് അത്തരം ദുർവ്യാഖ്യാനങ്ങൾ. അതിലേക്ക് നമ്മൾ പോവുകയില്ല. എന്നാൽ അത് മനുഷ്യരുടെ ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെയാണ് എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയോ അത് പറയുകയോ ചെയ്യുകയില്ല. കാരണം പടപ്പുകളോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തലാണത്. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ ആരുമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റാരുമില്ല. അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞു വന്നത് സ്വഹാബികൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരത് ഈ വിഷയത്തിലും ഖദറിന്റെ വിഷയത്തിലും സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി സംഭവിച്ചതാണെങ്കിൽ, നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിച്ചതാണെങ്കിൽ, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നിസ്കരിച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, നമ്മൾ കാര്യം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ നോമ്പ് നോറ്റാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, നമ്മുടെ സമ്പത്ത്
അത് മോശം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചാൽ എന്ത്, എല്ലാം സമമല്ലേ? നമ്മളെ കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചതല്ലേ? അഫലനത്തക്കിൽ നമ്മൾ ഒരു പണിയെടുക്കാതെ ഇതിൽ അവലംബിച്ചിരുന്നാൽ മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു, ഇഅ്മലു ഫകുല്ലുൻ മുയസ്സറുൻ, നിങ്ങൾ അമൽ ചെയ്യുക, ഓരോരുത്തരും അവർക്ക് വേണ്ട കാര്യങ്ങളിൽ എളുപ്പം ചെയ്യപ്പെട്ടവരാണ്. എന്നിട്ട് ഖുർആനിക ആയത്ത് ഓതിക്കൊണ്ട് അവർക്ക് പറഞ്ഞു, സുമ്മ ഖറ ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. അപ്പോൾ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തത്? വസദ്ദഖ ബിൽ ഹുസ്ന, അൽ ഹുസ്ന മുഫസ്സിരീങ്ങൾ പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ലാ ഇലാഹ ഇല്ലല്ലയെ സത്യപ്പെടുത്തിയിട്ടുള്ളത് ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അവന് നാം എളുപ്പത്തിലേക്ക് അവന് വഴിയൊരുക്കി കൊടുക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വഴിയാണ്, അല്ലെങ്കിൽ അവന്റെ സ്ഥാനം സ്വർഗത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയതിന്റെ അടയാളമാണ് അവന്റെ ജീവിതം ആ രൂപത്തിലേക്കായിരിക്കും. അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവനായിരിക്കും, അവൻ തഖ്വ പാലിക്കുന്നവനായിരിക്കും, അവൻ ലാ ഇലാഹ ഇല്ലല്ലയെ സത്യപ്പെടുത്തിയവനായിരിക്കും. ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് അവന്റെ മഖഅദുഹു ഫിൽ ജന്ന, അവന്റെ ഇരിപ്പിടം സ്വർഗത്തിലേക്കുള്ളതാകുന്നത്. അഥവാ സഹോദരങ്ങൾ, ഒരാളുടെ ഇരിപ്പിടം സ്വർഗത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാതെ കിടക്കുകയല്ല. അള്ളാഹുവിന്റെ കിതാബിൽ അതിനപ്പുറത്തുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ്, അയാളുടെ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവനാണ്, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ സക്കാത്ത് കൊടുത്തുവിട്ടുന്നവനാണ്, റമളാനിലെ നോമ്പെടുക്കുന്നവനാണ്, ഹജ്ജ് ചെയ്യുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്. അങ്ങനെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഉണ്ടാകുമോ ഇതെല്ലാം ഇവൻ ചെയ്ത് 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 അതിൻ്റെ റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ അവൻ്റെ നന്മയും തിന്മയും ഒക്കെ തൂക്കി അവൻ്റെ നന്മയുടെ തുലാസുകൾ ഭാരമുള്ളതായി, അവൻ്റെ സിറാത്തിലൂടെയുള്ള സഞ്ചാരം എളുപ്പമുള്ളതായി, അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവനായി തീരും എന്നുള്ളതാണ്. എന്നല്ലാതെ അവൻ നേരെ സ്വർഗത്തിലേക്കാണ്, അതിൻ്റെ ഇടയിൽ അമലുകളില്ല എന്നുള്ളതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഅ്മലു ഫകുല്ലുൻ മുയസ്സർ, നിങ്ങൾ പണിയെടുക്കും, ഓരോരുത്തർക്കും എന്താണോ എളുപ്പം നൽകിയത് അത് അവർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതിന്റെ പര്യവസാനം എന്താണെന്ന് നമുക്കറിയാത്ത നമ്മളിത് സ്വർഗത്തിലേക്ക് പോകുന്ന അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ആ പണികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എങ്കിൽ ഇൻഷാ അള്ളാഹ് അതിന്റെ അങ്ങേ അറ്റത്ത് സ്വർഗം നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലാതെ ഒരാൾ ഇതിന്റെ നേരെ വിപരീതങ്ങൾ ചെയ്തുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് ഇരിപ്പിടം പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. തിരിച്ചും പറഞ്ഞല്ലോ, വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ. ഒരുവൻ അവൻ പിശുക്ക് കാണിച്ചു, അള്ളാഹിന്റെ മാർഗത്തിൽ നിർബന്ധമായ സക്കാത്തോ സദഖകളോ ഒന്നും കൊടുത്തിട്ടില്ല, എന്നിട്ടോ ഏറ്റവും അൽ ഹുസ്നയായ ലാ ഇലാഹ ഇല്ലല്ലയെ അവൻ കളവാക്കി കളയുകയും ചെയ്തു, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവന് ഞെരുക്കമുള്ളതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുത്തത് എന്നാണ്. ഞെരുക്കത്തിലേക്കാണ് അവന്റെ പോക്ക്. അത് ഒരാൾ നരകത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ ജീവിതം മുഴുവൻ സ്വർഗ്ഗക്കാരനെ പണിയെടുത്തിട്ട് അവസാനം നരകത്തിൽ പോകുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവന്റെ അഖീദയിൽ പ്രശ്നം ഉണ്ടാകും, തൗഹീദിൽ പ്രശ്നം ഉണ്ടാകും, അവന്റെ അമലുകളിൽ പ്രശ്നം ഉണ്ടാകും, മഅസിയത്തുകൾ ഉണ്ടാകും, ഹറാമുകൾ ഒരുപാടുണ്ടാകും. ഇങ്ങനെ പോകും. അങ്ങനെ അവസാനം അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ആണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗങ്ങൾ സത്യവും, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവും മിഥ്യയും നമുക്ക് വേർതിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏത് മാർഗം സ്വീകരിക്കണം എന്നുള്ള അത് ചെയ്യാനുള്ള മശീഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയിട്ടുണ്ട്. അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊരാളെ നിർബന്ധിക്കുകയല്ല. അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മശീഅത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഖൈറുണ്ട് ഷർറുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഏതൊന്ന് തിരഞ്ഞെടുത്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഉദ്ദേശിച്ചത് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണ്ട, എല്ലാം അറിയുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം ഈ വ്യക്തി എന്താ തിരഞ്ഞെടുക്കുക, ഇവൻ എന്താണ് തിരഞ്ഞെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് അറിയാവുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സ്വർഗത്തിലെത്തുമോ എന്നുള്ളത് നമ്മുടെ അമലുകൾ മുഴുവനും കണ്ടിട്ട് അത് നാളെ മീസാനിൽ തൂക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അപ്പോഴല്ല കാര്യങ്ങൾ അറിയാവുന്നത്. നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊന്നും ഞാൻ പാഴാക്കി കളഞ്ഞിട്ടില്ല, നിങ്ങളുടെ തിന്മകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിമകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അന്നേരം ഒരാളുടെ തുലാസ് തൂങ്ങിയിട്ട് വേണ്ട റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാൻ ഇവൻ സ്വർഗ്ഗക്കാരനാണോ നരകക്കാരനാണോ എന്നുള്ളത്. കാരണം ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. അത് അല്ലാഹു തആല രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. തിന്മകൾ ചെയ്യുന്നവന്റെ കാര്യവും സഹോദരങ്ങളെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ വിശ്വാസമാണ്
ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും ആ ഹദീസുകൾ നമ്മൾ നേരത്തെ അൽ-അർബഊൻ അൻ-നവവിയിൽ വിശദീകരിച്ച ഹദീസാണ്. ഇഹ്ഫളില്ലാഹ് യഹ്ഫൾക്ക്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ സൂക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്ന് തുടങ്ങിയതിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഅലം മോനെ ലൗ വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഈ ഉമ്മത്ത് മുഴുവനും നിനക്ക് സഹായങ്ങളും വാഗ്ദാനങ്ങളുമായി എല്ലാം കൊണ്ടും നിനക്ക് ഉപകാരമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വന്നാൽ അള്ളാഹു എഴുതിയതല്ലാതെ അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. വലൗ ഇജ്തമഉ വലാ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ തുനിഞ്ഞാലും അള്ളാഹു നിനക്കൊരു ഉപദ്രവം സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ബാധിക്കും എന്നല്ലാതെ മറ്റൊന്നുമില്ല. റുഫിയത്തുൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. പേന ഉയർത്തിയിട്ടുണ്ട്. ആ പേന എഴുതിയിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിലെ മഷി ഉണങ്ങിപ്പോയിട്ടുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖദർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് ഒരുപാട് സമാധാനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല, സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഖദർ എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് വാദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ടാകും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് എന്തുകൊണ്ട് രോഗമുണ്ടായി, എനിക്ക് എന്തുകൊണ്ട് എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി, അള്ളാഹുവിന് അതിന്റെ പിന്നിൽ വ്യക്തമായ ഹിക്മത്ത് ഉണ്ടാകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങളും ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം നീതിപൂർവമായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. അള്ളാഹു അടിമകളോട് ഒരാളോടും ഒരു അനീതിയും ചെയ്യുകയില്ല. ഈ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും അവന് സ്വയം ആശ്വസിക്കാൻ സാധിക്കുകയും ചെയ്യും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖദറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനാവശ്യമായ അമിതമായ ചിന്തകൾ വേണ്ടതില്ല. വഇദാ ദുകിറൽ ഖദറു ഫംസികൂ. ഖദറിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ നിങ്ങൾ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ചിന്തകളും ചോദ്യങ്ങളുമായി അതിലേക്ക് ഊളിയിട്ടിറങ്ങരുത്, അതിനെക്കുറിച്ച് ഒന്നും പഠിക്കരുത് എന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അനാവശ്യമായ ചോദ്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പിശാച് നിങ്ങൾ വസ്വാസിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അപകടത്തിലേക്ക് പോകാൻ പാടില്ല. അറിവുള്ള ആളുകളോട് ചോദിക്കുക, എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എവിടെയാണ് മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് അതേപോലെ വിശ്വസിക്കേണ്ടത്, അത് വേർതിരിച്ച് അറിവുള്ള ആളുകളോട് മാത്രം ചർച്ച ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതെല്ലാം എങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കാനുള്ള പണ്ഡിതന്മാർ പറഞ്ഞ വളരെ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദലിനെ കുറിച്ചാണ്. എന്തിവിടെ സംഭവിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിയോടുകൂടി അല്ലാതെ ഒരു കാര്യവും അവിടെ ചെയ്യുകയില്ല. നമുക്കൊരു ഉദാഹരണം തന്നെ പറയാം. നമ്മളേറെ പ്രയാസത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണല്ലോ ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. അതങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അനീതിയും ഒരാളോടും ചെയ്യുകയില്ല. അള്ളാഹു തആല ഒരു അനീതിയും ഒരാളോടും ചെയ്യുകയില്ല എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ചില ഹിക്മത്തുകൾ ഉണ്ടാകും. ഈ ആളുകൾക്ക് മുസീബത്ത് ബാധിച്ച ആളുകൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടതായിരിക്കില്ല. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ഖൈറുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള മുസീബത്തുകളായിരിക്കാം, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അതിനുവേണ്ടി സ്വർഗങ്ങൾ നൽകാനായിരിക്കാം, അല്ലെങ്കിൽ ആ ലഭിച്ചു മരിച്ചുപോയ മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകാനായിരിക്കാം, മറ്റുള്ള കാഫിര്യങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നീതിയോടുകൂടിയല്ലാതെ ഒരു കാര്യം ചെയ്യുകയില്ല. അതേപോലെ തന്നെ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഹിക്മത്തുണ്ട്. നമുക്കറിയുകയില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അതാണ് നേരത്തെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. നിങ്ങൾ പറയരുത് ലിമ കൈഫ്, അതെങ്ങനെ, അതെന്തുകൊണ്ട് അങ്ങനെ. കാരണം യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പലപ്പോഴും ഈമാൻ ഉറക്കാത്ത മുസ്ലിമീങ്ങളെ തശ്കീക്ക് ചെയ്യാൻ, സംശയത്തിലാക്കാൻ വേണ്ടി അത്തരം കമന്റുകളും അത്തരം അഭിപ്രായങ്ങളൊക്കെ ആയി. നിങ്ങൾ റബ്ബ് എവിടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റബ്ബ് എവിടെ, ഇതിന്റെ അടുക്കലൊക്കെ നിങ്ങൾ റബ്ബ് വന്ന് അവരൊക്കെ രക്ഷിക്കണ്ടേ. നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നീതിയുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലും മാത്രമാണ്. അതൊക്കെ ചിന്തിച്ചു മനസ്സിലാക്കിയാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ തീരുമാനങ്ങളെയും അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെയും ഞങ്ങൾ ചിന്തിക്കുകയും അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുകയുള്ളൂ എന്നൊരു നീതി നമ്മൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ടാകും. അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും നമ്മോട് അറിയിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവന് വേണ്ടി യാതൊരു ബാധ്യതയുമില്ല. നമ്മൾ അടിമകളാണ്. അള്ളാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ, യജമാനൻ അള്ളാഹുവാണ്. നമ്മൾ അടിമകളാണ്. നമ്മളോട് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തണമെന്ന് ദുർബലരായ
അടിമകൾക്ക് എങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും? അതിൻ്റെ കാരണം നമുക്ക് പറഞ്ഞു തരണം. എന്തുകൊണ്ടാണ് ഫലസ്തീനിൽ ഇങ്ങനെ ആളുകൾ മരിച്ചത് നമുക്കറിയണം. സഹോദരൻ, നമുക്കറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൻ്റെ പിന്നിൽ അവൻ്റെതായ ഹിക്മത്തുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. നാം പറഞ്ഞതുപോലെ മുസീബത്തുകൾ ബാധിക്കുന്നവരെല്ലാം അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടല്ല. രോഗമാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, സാമ്പത്തിക കടക്കെണികളാകട്ടെ, ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകുന്നത് അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളതായ അമലുകൾ അവരുടെ കയ്യിലുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള സ്ഥാനം എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത്രയൊന്നും അമല് ചെയ്യുന്ന വ്യക്തിയല്ല ഇവൻ. അതിന് പകരമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നിന് പുറമെ ഒന്നായി പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഈ പരീക്ഷണങ്ങൾ ഒന്നിന് പുറമെ ഒന്നായി ഏറ്റുവാങ്ങിയിട്ട് അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തീർന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് ആ സ്ഥാനത്തിലേക്ക് അവനെത്തും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു തആലക്ക് അവൻ്റെതായ ഓരോ പ്രവർത്തനങ്ങൾക്കും ഹിക്മത്തുണ്ട്. ഹിക്മത്തില്ലാത്ത ഒരു പ്രവൃത്തിയും റബ്ബിൻ്റെ ഭാഗത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ്. നീതിയില്ലാത്തതായ ഒരു പ്രവർത്തനം അള്ളാഹുവിൻ്റെ അടുക്കലില്ല. ചില ആളുകൾക്ക് ഖദറിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഇന്നയാൾ കാഫിറായി വരും, അയാൾ കാഫിറായി ജീവിച്ച് മരിക്കുന്നു, നല്ല മനുഷ്യനാണ്, പക്ഷേ അയാൾക്ക് ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പം അള്ളാഹ് നേരത്തെ എഴുതിയത് കൊണ്ടല്ലേ അയാൾ അങ്ങനെ ആയത്. അങ്ങനെ ചിലർ ചിന്തിക്കും, അയാൾ കാഫിറാകണം, കാഫിറായി മരിക്കണം, അയാൾ നരകത്തിലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയത് കൊണ്ടല്ലേ എന്നൊക്കെ തെറ്റായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു മനുഷ്യനാകട്ടെ അവൻ കാഫിറായി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ ഒരു അനീതിയും ചെയ്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ ഒരു അനീതിയും ചെയ്തിട്ടില്ല. അള്ളാഹു ഒരു അടിമകളോട് ഒരിറ്റനീതി ചെയ്യുന്നവനല്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്. നിന്റെ റബ്ബ് ഒരിക്കലും നിന്റെ എൻ്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് അവൻ അതിന് അർഹതയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അബൂ താലിബ് അവസാന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടത് സ്വീകരിക്കാൻ പറയാൻ സാധിക്കാതെ ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തിലാണ് എന്ന് പറഞ്ഞു പോയി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തിനോ അല്ലെങ്കിൽ തൗഹീദിനോ അല്ലെങ്കിൽ ഇസ്ലാമിനോ അർഹതയുണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അയാളുടെ ഖൽബ് അതിന് അർഹതയുണ്ടായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂ താലിബിനോട് ദുൽമും ചെയ്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മറിച്ച് അവൻ്റെ ഫദ്ല് കൊണ്ട് പൊതിയുകയായിരുന്നു അബൂ താലിബിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം മനസ്സിലാക്കാൻ എല്ലാ അവസരങ്ങളും അയാൾക്ക് കൊടുക്കുകയുണ്ടായി. പക്ഷെ അയാൾ സ്വീകരിച്ചിട്ടില്ല. അയാളാണ് അതിൻ്റെ കുറ്റക്കാരൻ, അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ല. അതേപോലെ തന്നെ സഹോദരങ്ങൾ, ദുനിയാവിൽ നമ്മൾ കാണുന്ന നമുക്ക് നല്ല സ്വഭാവക്കാരനാണ് എന്ന് തോന്നുന്ന ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കാതെ ആ നിലക്ക് തന്നെ മരിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒരാളോടും ഒരിറ്റ അനീതി കാണിച്ചിട്ടില്ല. അള്ളാഹു ഔദാര്യം മാത്രമാണ് കാണിച്ചത്. അവൻ്റെ ദീനിനെ അള്ളാഹു ഓരോരുത്തരെയും പടച്ചത് തന്നെ ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പടച്ചു വിട്ടിട്ടുള്ളത്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഖൽബ് അള്ളാഹു ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്. അവർ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദുനിയാവിൽ സൃഷ്ടിപ്പുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത് മുഴുവനും അള്ളാഹു ഏകനായ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനാണ്. അതിനുള്ള ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. സത്യാസത്യം വിവേചിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്. കിതാബുകൾ അവർക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് ഒരാളത് സ്വീകരിക്കാതെ കാഫിറായി തുടരുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ഒരിറ്റ അനീതി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ റിസാലത്ത് എത്താത്ത ചില വിഭാഗങ്ങളുണ്ട്. അവർക്ക് വേറൊരു പരീക്ഷണം പരലോകത്തുണ്ട്. അഹ്ലുൽ ഫത്ര എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അവർക്ക് റിസാലത്ത് എത്തിയിട്ടുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടിട്ടില്ല, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കേട്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു കുഗ്രാമത്തിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കാടിന്റെ നടുവിൽ അങ്ങനെ ഒരു വിഭാഗം ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വർഗവും നരകവും ഇപ്പോഴല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു പരീക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് അവർക്ക് സ്വർഗവും നരകവും ഉള്ളത്. അഥവാ ഈ റിസാലത്ത് എത്താത്ത ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല? അവരോടൊരു അനീതി കാണിച്ചിട്ടില്ല. അള്ളാഹു തആല ഒരിറ്റ അനീതി കാണിക്കുകയില്ല എന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കുക. അതേത് മുസീബത്ത് ബാധിക്കുന്ന സമയത്ത് അള്ളാഹു തആല ഹിക്മത്തില്ലാത്ത അബസായ അനാവശ്യമായ ഒരു പ്രവർത്തനം റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല എന്ന കാര്യം സഹോദരങ്ങൾ മനസ്സിലാക്കുക. എങ്കിൽ ഖദറുമായി ബന്ധപ്പെട്ട് എന്ത് മുസീബത്തുകൾ ബാധിച്ചാലും എന്ത് സംഭവിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്കതിൽ ആശ്വസിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ സഹോദരങ്ങളെ, ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസം ഒരാൾക്ക് ഷജാഅത്ത്, ധീരത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്.
കാരണം അള്ളാഹു താല ഉദ്ദേശിച്ചാൽ മാത്രമേ എന്നെ ആർക്കെങ്കിലുമൊക്കെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾക്കും എന്നെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അയാൾക്ക് മുന്നോട്ടേക്ക് കുതിക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. നീ നിനക്ക് ഉപകരിക്കുന്ന കാര്യത്തിൽ നല്ല തൽപരനാവുക, നീ അള്ളാഹുവിന്റെ സഹായം തേടുക, നീ അലക്ഷ്യമായി നീ അലസനായിരിക്കല്ലേ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. അപ്പോൾ നല്ല സബബുകൾ ചെയ്തുകൊണ്ട്, നല്ല കാരണങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് സഹോദരങ്ങളെ ഖൈറുകൾ, ഖദറിന്റെ വിശ്വാസം ഒരാൾ നെഞ്ചിലേറ്റിയാൽ ഒരാൾക്കുണ്ട്. അയാൾക്ക് ലഭിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള റിസ്കിൽ അവൻ തൃപ്തിപ്പെടാൻ സാധിക്കും. ഖനാഅത്ത് ഉണ്ടാകും, തൃപ്തി ഉണ്ടാകും. കാരണം അള്ളാഹു തആല എനിക്ക് ഇങ്ങനെ ഉണ്ടാകണമെന്നാണ് നിശ്ചയിച്ചത്. നമുക്ക് റബ്ബിന്റെ തീരുമാനം തൃപ്തി ഉണ്ട്. ഖദറിലുള്ള വിശ്വാസം ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. അള്ളാഹു എനിക്ക് ഇങ്ങനെ ഉണ്ടാവണം, എനിക്ക് ഇത്രയും സമ്പത്ത് ഉണ്ടാകാൻ പാടുള്ളൂ, എൻ്റെ സൗന്ദര്യം ഇത്ര ആയിരിക്കണം, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാകണം, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രയാസം അതിലുണ്ടാകേണ്ടതില്ല. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനമാണ്. അതുകൊണ്ട് എനിക്ക് ലഭിച്ചതിൽ ഖനാഅത്ത് ഉണ്ടാവുക. മറ്റുള്ള ആളുകളിലേക്ക് നോക്കി എനിക്ക് അങ്ങനെ കിട്ടിയില്ലല്ലോ, എനിക്ക് ഇങ്ങനെ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് സദാ നിരാശയടയുകയില്ല അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരാൾ. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതിൽ തൃപ്തിപ്പെടാൻ ഒരാൾക്ക് സാധിക്കുകയും അതിൽ ഒരാൾക്ക് മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഇത് ഖദർ കൊണ്ട് ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, കാഫിറുകളായ ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്കൊരു പ്രയാസം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ എന്താണ് അവർക്ക് സമാധാനിക്കാൻ സാധിക്കുക? അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ ഈ യുക്തിവാദികളായ ആളുകൾക്ക് എങ്ങനെ സമാധാനിക്കാൻ സാധിക്കും? ഒരിക്കലും എനിക്ക് കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല. ഈ പറയുന്ന ദുനിയാവിൽ ചിലപ്പോൾ അക്രമിയായി മരണപ്പെട്ടു പോയ ഒരുവനായിരിക്കും, കൊല്ലപ്പെട്ടവനായിരിക്കും, നിഷ്ഠൂരം കൊല്ലപ്പെട്ട ആളുകളായിരിക്കും, ബലാത്കാരപരമായ പല തെറ്റുകൾക്കും വിധേയപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട സ്ത്രീ ആയിരിക്കും. ഇവർക്ക് എന്ത് നീതി? യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അർത്ഥമില്ലാത്ത, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലൊരിക്കലും സമാധാനം കിട്ടുകയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾ മദ്ലൂമായി മരണപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് അവന് നീതി കൊടുക്കുന്നതാണ്. ദുനിയാവിലെ കോടതി നീതി നിഷേധിച്ചാലും പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നീതി നൽകുന്നതാണ്. റബ്ബിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് പല പ്രയാസങ്ങളെ നീക്കിക്കളയുന്ന, ഹൃദയത്തിന് സമാധാനം നൽകുന്ന കാര്യമാണ്. അസൂയ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കുറച്ചധികം നൽകി, അതിനാണല്ലോ ആളുകൾക്ക് അസൂയ ഉണ്ടാവുന്നത്. ഖദറിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ ഖദറാണ്, അവൻ അത്ര കിട്ടണം എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതാണ് എന്നവൻ ചിന്തിക്കാൻ സാധിക്കുകയും സഹോദരങ്ങളെ അവന് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഖദറിന്റെ 4 മർത്തബകൾ കൂടി നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യമാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞു പോയതെന്നോ വരാനിരിക്കുന്നതെന്നോ രഹസ്യമെന്നോ പരസ്യമെന്നോ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു, മനസ്സിലാക്കുന്നില്ല, മൻ ഖലഖ, ഇതിനൊക്കെ സൃഷ്ടിച്ചവൻ, വഹുവൽ ലത്തീഫുൽ ഖബീർ, എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാത്തതായി ഒന്നുമില്ല. നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇവരൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹു തആലക്ക് അറിയാം. നമ്മൾ ഓരോരുത്തരും എന്താണ് കഴിച്ചിട്ടുള്ളത്, എന്താണ് ധരിച്ചിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകൾ എന്തൊക്കെയാണ്, അള്ളാഹു തആലക്ക് അറിയാം. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷ്മമായി ഉണ്ടോ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. കാണുന്ന നമ്മൾക്ക് പോലും ഇത് അറിയുകയില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 7 ആകാശങ്ങൾക്ക് മുകളിൽ എല്ലാ കാര്യങ്ങളും അറിയാനും കാണാനും കേൾക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ മർത്തബ, അൽ കിതാബ. അള്ളാഹു തആല പറഞ്ഞു, വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ. വ്യക്തമായ രേഖയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും എഴുതി രേഖയാക്കി വെച്ചിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അലം തഅലം അന്ന അല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്. നിങ്ങൾക്കറിയുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഇന്ന ദാലിക ഫീ കിതാബ്, അതെല്ലാം രേഖയാക്കി വെച്ചിട്ടുമുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീർ അൽ ഖലായിക് ഖബ്ല അസ്സമാവാതി വൽ അർദി ബി 50,000 സന. ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് തന്നെ മുഴുവൻ പടപ്പുകളുടെയും ഖദറിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് സംഭവിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ അള്ളാഹു അറിയുന്ന കാര്യങ്ങൾ, രേഖപ്പെടുത്തിയ കാര്യങ്ങൾ, അത് ഓരോന്നും റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുക. ഇന്ന് ഈ ദർസ് ഇങ്ങനെ സംഭവിക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ്. നമ്മളെല്ലാവരും തീരുമാനിച്ചാൽ പോലും ചിലപ്പോൾ നമുക്കത് സാധിച്ചോളണമെന്നില്ല. നമ്മളെല്ലാ സജ്ജീകരണം ഒരുക്കിയാലും നമുക്കൊരു കാര്യം സാധിക്കുകയില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആദ്യമേ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, വമാ തശാഊൻ ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾക്കാർക്കും ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനായ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അടിമകൾക്ക് മശീഅത്തില്ല എന്നുള്ളതല്ല. നമ്മളെല്ലാം ഒരു അപ്പൂപ്പൻ താടിയെ പോലെ കാറ്റ് പറക്കുന്നിടത്ത് പറക്കുന്നവരാണ് എന്ന രൂപത്തിലല്ല. ഖദറിനെ നേരെ വിപരീതമായി മനസ്സിലാക്കിയ ജബരിയാക്കൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണയിലാണ് എത്തിയിട്ടുള്ളത്. അടിമകൾക്ക് മശീയത്തൊന്നുമില്ല, അടിമകൾക്ക് അങ്ങനെ മശീയത്തില്ല. അവർ ഇങ്ങനെ മജ്ബൂറായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തിന്മകൾ ചെയ്താലൊന്നും യാതൊരു കുഴപ്പവുമില്ല. ആളുകൾ ഖദറിന്റെ തെറ്റായ വിശ്വാസത്തിൽ വളരെ ദുർമാർഗികളാക്കി കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഒരുപാട് തിന്മകളൊക്കെ ചെയ്യും, എന്നിട്ട് അള്ളാഹു തആല നേരത്തെ നിശ്ചയിച്ചത് കൊണ്ടല്ലേ എന്നാണ്. സഹോദരങ്ങളെ, നിന്റെ മോശം ഇങ്ങനെ കൽബ് മോശമാകണമെന്നും നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ അറിയാം. അത് അവൻ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും നീ ചെയ്യുന്ന ഈ തെറ്റുകൾക്ക് അതൊരിക്കലും തന്നെ ഒരു ന്യായീകരണമല്ല. ഒരിക്കലും തന്നെ തിന്മകൾക്ക് ഖദറിനെ കൂട്ടുപിടിക്കാവുന്നതല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നീ ചെയ്യുന്ന തിന്മകളെ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള ബുദ്ധിയും ഹക്കും ബാത്തിലും വേർതിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം നീ എന്ത് നേരത്തെ ഉദ്ദേശിക്കും, എന്ത് തിരഞ്ഞെടുക്കും. അത് അള്ളാഹു തആല അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നാലാമത്തെ കാര്യം, അള്ളാഹു ആ ഉദ്ദേശിച്ച കാര്യം പടക്കും. നമ്മളെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹു നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. നേരത്തെ പറഞ്ഞ ഖദരിയാക്കളിൽ പിഴച്ചുപോയ മറ്റൊരു വിഭാഗം ഈ ഒരു കാര്യത്തെ നിഷേധിക്കുന്നവരാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ചെയ്യുന്നത് എന്ന്. നമ്മളിപ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് കൊണ്ട് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് കൊണ്ട് സംഭവിച്ച അള്ളാഹു പടച്ചൊരു കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ ചിന്തകളും അങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പടച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളിൽ അമിതമായ ഊളിയിട്ടുകൊണ്ടുള്ള ചിന്തകൾ നമുക്ക് ആവശ്യമില്ല. മറിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതായ പണിയെടുക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സഹാബികൾ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞത് വഇദാ ദുക്കിറൽ ഖദർ ഫംസിക്കു. ഖദറിനെ കുറിച്ച് അനാവശ്യമായി നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ പിടിച്ചു വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, അടിമകൾക്ക് മശീയത്തുണ്ട്. അടിമകൾക്ക് ഉദ്ദേശിച്ച് ഹക്കും ബാത്തിലുമൊക്കെ തിരഞ്ഞെടുക്കാൻ സാധിക്കും, ഖൈറിലേക്കും ഷറിലേക്കും പോകാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അറിയുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇത് വേറെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും വീട്ടിലിരിക്കാറില്ല, അല്ലേ? ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യുക, എണീച്ച് പണിയെടുക്കും. അള്ളാഹു നേരത്തെ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഈ നേരത്ത് എനിക്ക് റിസ്ക് ഉണ്ടോ ഇല്ലേ എന്ന്. അള്ളാഹു നേരത്തെ എഴുതി എന്ന് പറഞ്ഞ് വിശന്നുകൊണ്ട് ആരെങ്കിലും ഒക്കെ വീട്ടിൻ്റെ അകത്ത് ഡോർ അടച്ചിരിക്കുമോ? ഒരാളും അങ്ങനെ ചെയ്യില്ല. കുറച്ചു നേരം ഇരുന്നാൽ തന്നെ നല്ലോണം വിശക്കുമ്പോൾ തുറന്നിട്ട് പോയി എന്ത് ചെയ്യും, അവൻ പോയി വാങ്ങി കഴിക്കുക, ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അത് എഴുതിയിട്ടുണ്ട്. നീ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും, പിന്നെ നീ പോവും, നീ വാങ്ങും, അല്ലെങ്കിൽ നീ ഉണ്ടാക്കും, നീ കഴിക്കും. ഇത് അള്ളാഹു തആല നേരത്തെ എഴുതിയതാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ കാര്യം, തിന്മകളുടെ കാര്യം. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല നേരത്തെ എഴുതിയിട്ടുണ്ടാകും. അതല്ലാതെ നമ്മൾ അതിൽ തവക്കുൽ ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിശ്ചയിച്ചതാണ് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ അത് വലിയ അബദ്ധമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. അള്ളാഹു ഉദ്ദേശിച്ചതാണ് എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണം. അല്ല, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബബുകൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമാക്കി തരുന്നത്. അമലു, നമ്മളോട് പണിയെടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഇത്തിക്കാൽ ചെയ്തുകൊണ്ട് അതിൽ അവലംബിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അമലു ഫകുല്ലുൻ മുയസ്സറുല്ല. നല്ല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നല്ല കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ ലഭിക്കും എന്നാണ് മനസ്സിലാക്കാനുള്ളത്. സഹോദരങ്ങൾ, ഇത് ഖദറുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഖദറുമായി ബന്ധപ്പെട്ട് വളരെ വിശാലമായി പഠിക്കേണ്ട വിഷയങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ മാത്രം സംസാരിച്ചതാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.